ബേബി ജീൻ ഇതിൽ സുഭാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് മോഹിനിയാട്ടം. ജസ്റ്റ് പരിചയപ്പെടുത്തലല്ലാതെ സിനിമയിലേക്ക് എത്തിയതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആയിക്കോട്ടെ. സിനിമയിലേക്ക് എത്തിയത് ദാസേട്ടൻ വഴിയാണ്. ദാസേട്ടൻ എൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾ കഥ ഡിസ്കസ് ചെയ്തു, കഥ കേട്ടു. എന്നിട്ട് ഞാൻ ഭരതനാട്യം പോയി കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ദാസേട്ടനെ വിളിക്കുന്നത്. പിന്നെ ഇതിലത്തെ ഒരു ക്യാരക്ടറും ഭയങ്കര അടിപൊളി ഒരു കോൺട്രാസ്റ്റ് ക്യാരക്ടറാണ് എന്നെ സംബന്ധിച്ചിട്ട്. സോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് ഇന്നായ ഒരാളാണ് ഞാൻ. സോ എനിക്കും ഭയങ്കര താല്പര്യത്തോടു കൂടി വന്ന ഒരു മൂവിയാണ് മോഹിനിയാട്ടം. ശ്രീ ചേച്ചി. നമസ്കാരം, ഞാൻ ശ്രീരേഖ. സോജാതാണ് ക്യാരക്ടറിൻ്റെ പേര്. സുരാജേട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്. സസ്പെൻസ് വിളിക്കണ്ടല്ലോ, അതെല്ലാം പൊളിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷവതിയായിട്ടുള്ളൊരു ഭാര്യയാണ്. നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിനെന്നെ സന്തോഷമായൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് സുമംഗലിയായിട്ട് ജീവിക്കാൻ സഹായിച്ച എൻ്റെ ഫാമിലിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഹായ്. കുറച്ചുകൂടി നേരത്തെ അവരാ നല്ല കാര്യം ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചിരുന്നു തമാശയായിട്ട്. പക്ഷേ ഭരതനാട്യം എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് തന്നെ അത്രയും വലിയൊരു ഹൈപ്പ് കിട്ടി. OTT-യിൽ വന്നപ്പോഴാണ് കണ്ടത്. എന്തുകൊണ്ടത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്ന് ചിന്തിച്ചൊരു മൂവിയായിരുന്നു. ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് കോൾ വന്നത്. ഈ ഒരു ക്യാരക്ടർ നമുക്ക് ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ചും സുരാജേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിലും ബാക്കിയുള്ള കുക്കിംഗ് ക്ലാസ് കാണാൻ പറ്റിയതിലും നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നതിലും അങ്ങേയറ്റം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിന് താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണദാസ്. ഞാൻ ഈ സിനിമയുടെ റൈറ്റർ ഡയറക്ടറാണ്. ഒരു പാർട്ണർ കൂടി ഉണ്ട് എനിക്ക്, കോ റൈറ്ററായിട്ട് വിഷ്ണു ഉണ്ട്. വിഷ്ണു ഇവിടുന്ന് എത്തിയിട്ടില്ല. അപ്പോൾ ഭരതനാട്യം നിങ്ങൾ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ സിനിമയുടെ OTT സക്സസിൻ്റെ ഭാഗമായിട്ടായിരുന്നു സംസാരിനും സൈജോനും എല്ലാവരും രണ്ടാം ഭാഗത്തിനെ കുറിച്ചൊരു ആലോചനയിൽ വന്നത്. അതാദ്യം വേണോ വേണ്ടോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്ലോട്ട് കിട്ടിയപ്പോൾ ഞാൻ അവിടെ അവതരിപ്പിച്ചതായിരുന്നു. അത് വർക്കൗട്ടായി അവർക്ക്. അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു പിന്നെ മോഹിനിയാട്ടത്തിലോട്ടുള്ള യാത്ര. അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഭരതനാട്യത്തിൻ്റെ ഒരു ഡേ ടു മോർണിംഗ് എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല, ഇപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഡേ ടു മോർണിംഗ് ഞാൻ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സന്തോഷം. ഞാൻ തോമസ് തിരുവല്ല, ഈ സിനിമയുടെ നിർമ്മാതാവാണ്. ഞാനും സൈജുവും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഭരതനാട്യവും ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് നിർമ്മിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഓവറോൾ എല്ലായിടത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വരുന്നു. അതോടൊപ്പം തന്നെ സിനിമ കാണുന്നവർക്കൊക്കെ ഒരുപാട് എൻഗേജായി സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുമ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പേരിൽ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാണ്ടായി പോയി. നമസ്കാരം, എൻ്റെ പേര് സന്തോഷ് കെ നായർ. ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു മലയാള പടം ചെയ്യുന്നത്. അതെന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് വന്നു വീണതാണ്. അതിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ സൈജു തന്നെയാണ് എന്നെ ക്ഷണിച്ചതും അതിൽ വരാൻ കാരണമായതും അദ്ദേഹം തന്നെയാണ്. മറ്റുള്ള എല്ലാ ക്രൂവും
ഇത്രയും സഹകരിച്ച് ചെയ്തൊരു പടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇതുവരെ ഞാൻ ചെയ്തതിൽ കാട്ടിലും ഒരു വ്യത്യസ്തമായ ഒരു വേഷം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ, വിത്ത് എ ഡിഫറെൻറ്റ് മേക്കപ്പ്. പിന്നെ എല്ലാവരുടെ ആ സഹകരണം. എൻ്റെ ജന്മം നൽകിയ പാരൻസ് എന്നെ വിട്ടുപോയി വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ഒരു 65 വയസ്സായ ഒരു കുഞ്ഞിന് റീബർത്ത് നൽകി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഒരു റീ എൻട്രി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഇതൊരു വളരെ ഹിറ്റായിട്ട് മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ക്രൂവിന് എല്ലാവർക്കും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ ശബ്ദം ഇതാണ്. പിന്നെ സരസ്വതി അമ്മ എന്നുള്ള ക്യാരക്ടർ എന്നിൽ ഭരതനാട്യത്തിൽ എന്നിൽ തരുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, ഞാൻ ഒരുപാട് നാളായി വർക്ക് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എന്നിൽ ഈ ക്യാരക്ടർ തരുന്നത്. കൃഷ്ണദാസ് എഴുതി വെച്ചിരുന്നത് തന്നെ ഈ ക്യാരക്ടർ സരസ്വതി അമ്മ കലാരഞ്ജിനി. അതെന്ത് വിശ്വാസമാണെന്ന് എനിക്കറിയില്ല. അത് എന്നിൽ കൊടുത്ത വലിയൊരു ക്യാരക്ടർ അത് മാക്സിമം ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സഹകരണം, അതാണ് ഇതിൻ്റെ വിജയം. ഭരതനാട്യം കഴിഞ്ഞു, അത് എന്തുകൊണ്ട് അത്രയും നന്നായിട്ട് പോയില്ല, വലിയ വിഷമമായിരുന്നു. അതിൻ്റെ വിഷമം ഇതിൽ തീർത്തു. ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇത് ഇത്രത്തോളം നന്നാക്കാൻ ശ്രമിച്ചത്. അതിന് മെയിൻ സഹിച്ചു ഞങ്ങളുടെ തോമസ് സാർ, പിന്നെ ഇദ്ദേഹം ഞങ്ങളുടെ കൃഷ്ണദാസ് പിന്നെ വേറൊന്ന് കൃഷ്ണദാസിൻ്റെ ഒന്നും നമുക്ക് ഞങ്ങളോടൊന്നും നിർബന്ധിച്ച് പറയില്ല, ഇന്നത് ചെയ്യണം, ഇങ്ങനെയാണ് വേണ്ടുന്നത് ഒന്നും പറഞ്ഞിട്ട്. എന്നാൽ പറയാതെ പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് അത് വലിയൊരു കഴിവാണത്. അദ്ദേഹത്തിന് നന്ദി. ഈ ഒരു ക്യാരക്ടർ തന്നതിനും എൻ്റെ ശബ്ദം സാധാരണ എല്ലാവരും ധൈര്യത്തോടെ പറയില്ല, ഈ ശബ്ദം തന്നെ വേണമെന്ന് പറഞ്ഞ് ഇതിന് എനിക്കൊരു ധൈര്യം തന്നത്. ഭയങ്കര മടിയായിരുന്നു എൻ്റെ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ, ആരോടെങ്കിലും സംസാരിക്കാൻ, മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്കൊരു ചമ്മലാണ്. പക്ഷെ അതല്ല, ഈ ശബ്ദം നാട് കേൾക്കണം, എല്ലാവരും അറിയണം. എൻ്റെ അമ്മ, എൻ്റെ സരസ്വതി അമ്മ ഈ ശബ്ദത്തിൻ്റെ ഉടമയാണ് എന്ന് പുറത്ത് കൊണ്ടുവന്ന് അതിന് ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടാവുമല്ലോ, വിജയിപ്പിക്കണം, എല്ലാവരും പറഞ്ഞ് വിജയിപ്പിക്കണം. പിന്നെ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ പടം കണ്ടിരിക്കാനാ പറയണ്ട, ചാടിക്കടിക്കാൻ പറയുന്നില്ല. അതെന്ത് വർത്താനമെന്ന് മനസ്സിലായില്ല. ഒന്ന് കണ്ടിരിക്കാന്ന് പറഞ്ഞു. കണ്ടിരിക്കുക, കാണുക, അങ്ങനെ പറഞ്ഞു എന്നെ വിളിച്ചിട്ട്. ചേച്ചി ഒന്ന് കണ്ടിരിക്കുക, അത്ര തന്നെ, വളരെ മോശമായിട്ട്. കണ്ടിരുന്നാൽ മതി, കാണണം എന്നേ ഉള്ളൂ. കേട്ടോ? നന്ദി. ഇതെന്നെ എന്തൊരു കോമഡി ചേച്ചി. നമസ്കാരം, എൻ്റെ പേര് ശ്രീജ രവി. ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ്. ഇപ്പോൾ ഈ പടത്തിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് രുക്മിണി അമ്മ എന്നാണ്. അതിനാദ്യമായിട്ട് എനിക്ക് ഈ റോളിന് എന്നെ വിളിച്ച ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഭരതനാട്യ സമയത്ത് ഡയലോഗ്സിന് വേണ്ടിയൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സാംസണിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ചേച്ചി പറഞ്ഞ പോലെ ഈ പടം വിജയിപ്പിക്കണം എന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്നലെ ഞങ്ങൾ 1-2 വിസിറ്റിന് പോയപ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരുന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും രസിക്കുന്നുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ആ കയ്യടിയും ചിരിയും അട്ടഹാസമൊക്കെ കേൾക്കുമ്പോൾ
അതാണ് ഞങ്ങൾക്കുള്ള റിസൾട്ട്. അപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള എല്ലാം ഉണ്ടാവും. ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഒരു പ്രൊഡ്യൂസർ നിലനിന്നില്ലെങ്കിൽ ഇല്ല. അപ്പോൾ അത് മാത്രം പരിഗണിച്ചല്ല, പടം അസല പടമാണ്, അടിപൊളി പടമാണ്. നിങ്ങൾക്ക് കണ്ട നിങ്ങളെല്ലാവരും അത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പടം ഇപ്പം ഹിറ്റാണ്, ഇതൊരു സൂപ്പർ ഹിറ്റിലേക്ക് മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹലോ, എൻ്റെ പേര് ശ്രുതി സുരേഷ്. ഞാനിതിൽ ശ്രീലത എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, സൈജു ചേട്ടൻ ഏകദേശം 150ഓളം സിനിമ ചെയ്ത ഒരാളാണ്. ഞാൻ ഇന്ന് വരെ സൈജു ചേട്ടൻ ഇങ്ങനെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് അത്രത്തോളം സന്തോഷവും ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഒരു സിനിമയുടെ സക്സസ്സിനൊക്കെ അപ്പുറം ഒരു ഫാമിലി ആയിട്ട് എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഭരതനാട്യം ഇറങ്ങിയ സമയത്ത് തിയേറ്റേഴ്സിൽ അത് മോശം സിനിമയായി പോയതിലല്ല, അത് തിയേറ്റേഴ്സിൽ അംഗീകരിക്കപ്പെടാതെ പോയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു. ഇന്നലെ ആണെങ്കിൽ പോലും രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ആ സിനിമ തിയേറ്റേഴ്സിൽ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴും ഞങ്ങളുടെ ഉള്ളിനുള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, എല്ലാവരും തിയേറ്റേഴ്സിൽ കാണുമോ എന്നുള്ളത്. പക്ഷേ വൈകിട്ട് ഞങ്ങൾ എല്ലാവരും തിയേറ്റർ വിസിറ്റ്സിന് പോയ സമയത്ത് ലൈവായിട്ട് ആ ഒരു അപ്ലോസും ചിരിയും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ പറയുന്നത് സിനിമ തിയേറ്റേഴ്സിൽ തന്നെ കാണാൻ ട്രൈ ചെയ്യണം. പിന്നീട് അയ്യോ ഞങ്ങളിത് മിസ്സായി പോയി എന്ന് പറയാതെ തിയേറ്റേഴ്സിൽ പോയി കാണണം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്യിച്ചതിന് ദാസേട്ടനും സൈജേട്ടനും തോമസ് സാറിനും എല്ലാവർക്കും, എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്റേഴ്സിൽ പോയി കാണണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ദിവ്യ. ഞാനിതിൽ ശാന്തി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത്. ഭരതനായർ മൂത്ത മകൾ. എൻ്റെ സഹോദരങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് പലരും, ഇവരൊക്കെ. അപ്പോൾ ഇതിൽ മൂത്ത മകൾ എന്നുള്ള ഉത്തരവാദിത്വമൊക്കെ കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് സിനിമയിൽ വിശ്വസിക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും അവസാനമാണ് ഭരതനാട്യത്തിൽ ഞാൻ ജോയിൻ ചെയ്തത്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, അവർ എൻജോയ് ചെയ്യുന്നു എന്നറിയുമ്പോൾ വളരെ വലിയ സന്തോഷമാണുള്ളത്. നമുക്കിത് ഒരു ഫാമിലി മൂവിയാണ്, ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം മോഹിനിയാട്ടത്തിൽ കുറേ സംഭവബഹുലമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഒന്നിച്ച്. അത് സിനിമയിൽ ഉടനീളം ഞങ്ങളുടെ ഒരു യൂണിറ്റി തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പ്രൊഡ്യൂസറാണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും ക്യാമറയാണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ അവസരം തന്ന പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഡയറക്ടറിനാണെങ്കിലും ദൈവത്തിനാണെങ്കിലും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. നമസ്കാരം, ഞാൻ സ്വാതിദാസ് പ്രഭു. ഞാനിതിൽ ഗോപൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി മുഖം വന്നുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ദാസനെ വീണ്ടും വിളിച്ച്, ഞാനും ദാസനും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. ഞങ്ങളൊരു സിനിമയൊക്കെ സ്വപ്നം കണ്ടുകൂടാകുന്ന സമയം തൊട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ആരും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ദാസനെ അറിയാം, ദാസൻ എന്നെ അറിയാം. അപ്പോൾ ഒരു ദിവസം റാൻഡമായിട്ട് ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ദാസനെ കാണുന്നത്. അപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ 2 പാറാവുകാരായിട്ട് ഞാനും ദാസനും അയാളുടെ പറയിൽ അപ്പുറം നിൽക്കുകയായിരുന്നു ആ പരസ്യത്തിൽ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദാസൻ എന്താണ് പരിപാടി, സിനിമ എന്തെങ്കിലും? അപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്, ഇങ്ങനെ ആലോചനകളുണ്ട്, പറഞ്ഞാൽ അടിപൊളിയാക്കി എന്തായാലും നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ദാസൻ വിളിക്കുന്നു. ദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഫ്രീ ആണ്? അവനാ എന്ത് ഒരു പരിപാടി ഉണ്ട്, ചെയ്താലോ? ഞാൻ ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ അന്ന് ആ പരസ്യം ഞാൻ ആദ്യം വേണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ അന്ന് ആ പരസ്യത്തിൽ പോയതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ അതിൽ ആദ്യം തന്നെ ദാസനോടൊരു വലിയ നന്ദി. അതേപോലെ സൈജുവേട്ടനോടും തോമസ് ചേട്ടനോടും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനൊരു വേദിയിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളതും ഇത്ര നല്ലൊരു സിനിമയുടെ ഭാഗമായി തീർന്നു എന്നുള്ളതും ഒരുപാട് പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ഇനി കാണാത്തവരും കൂടെ ഈ പടം കണ്ട് നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഞാൻ ജിനിൽ റക്സ. ഇതിൽ അരുൺരാശേട്ടനാണ് അഭിനയിച്ചേക്കുന്നത്. ഈ സിനിമേൻ്റെ ഒരു ഭാഗ്യമാണ് നമ്മുടെ ദാസേട്ടനാണ് ഞങ്ങളെ ഈ സിനിമയിലോട്ട് വിളിച്ചത്. റേഷൻ കടയിലേക്ക് തരുന്ന സംഭവം
പക്ഷേ ഈ സിനിമക്കപ്പുറം ഈ ഒരു കുടുംബത്തിനെ കിട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഫസ്റ്റ് നിങ്ങൾ കണ്ടുണ്ടാവും അത് ഇച്ചിരി മോശം പരിപാടിയൊക്കെയാണ്. ഇപ്പൊ കുടുംബം വേറെ ലെവലായി. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ജിനിൽ റക്സ. ഞാനിതിൽ അജയ് ഘോഷായിട്ട് അഭിനയിക്കുന്ന ശ്രീജാമയാണ് എൻ്റെ അമ്മ. ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കണ സമയത്താണ് ദാസേട്ടൻ വഴിത്തിരിവായിട്ട് വന്നത്. നല്ല ഒരു കുടുംബം തന്ന് ഞങ്ങളെ ഉൾക്കൊള്ളിച്ച് സഹിച്ചേട്ടൻ തോമസേട്ടനൊക്കെ ഇതിൽ അങ്ങനെ ആഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയെന്ന് വിശ്വസിക്കുന്നത്. എല്ലാവരും പടം കണ്ട് നല്ല അഭിപ്രായം പറയുക, അത്ര പറയുന്നത്. നമസ്കാരം. കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അതിയായ സന്തോഷമുണ്ട്. കാര്യം ഈ മൊമെന്റ് വരെ ആളുകൾ നമ്മളെ വിളിക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ നമ്മളെ മെൻഷൻ ചെയ്ത ഓരോ സ്റ്റോറി നോക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 100, 100, 150, 200 സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു നെഗറ്റിവിറ്റി കൂടിയുള്ള സ്റ്റോറി ഷെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു യുനാനിമസ്ലി ആളുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ ആരും നെഗറ്റീവ് പറയണ്ട, എല്ലാവരും പോസിറ്റീവ് മാത്രം പറയുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് സിനിമ എത്തി എന്ന് പറയുന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മളങ്ങനെ ഭയങ്കര വലിയ സിനിമകളുടെ ഭാഗമല്ലാതെ കൊച്ചു സിനിമകൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ സിനിമകൾ നല്ലതാണെങ്കിൽ കൂടി നമുക്ക് പല കാരണങ്ങൾ കൊണ്ടിട്ട് ആളുകളിലേക്ക് ആ സിനിമ എത്തിക്കാൻ പറ്റാതിരുന്ന് ഈ സെക്കൻഡ് ഡേ രാവിലെ മെജോറിറ്റി ടൈം നമ്മൾ ഭയങ്കര ഡിപ്രഷനിൽ കരച്ചിലൊക്കെ മോഡിൽ നിൽക്കുന്ന ആ സോണിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഈ പറയുന്ന ഇങ്ങനെ ഒരു സിനിമ ഡെഫിനറ്റ്ലി ഭരതനാട്യത്തിൻ്റെ ഒരു ബാക്കപ്പും അല്ലെങ്കിൽ അത് യുനാനിമസ്ലി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നിരിക്കെ ഇങ്ങനൊരു സിനിമ ഈ ഒരു സ്കെയിലിൽ എടുക്കാൻ ധൈര്യം കാണിച്ച പ്രൊഡ്യൂസേഴ്സിനെയാണ്. കാര്യം അപ്പോൾ അങ്ങനൊരു സിനിമ നന്നായിട്ട് ഉണ്ടാക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ നന്നായി പരസ്യം കൊടുക്കുക, അതിന് നല്ല റിലീസ് ഉണ്ടാവുക, അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ മൊമെന്റ് വരെ അല്ലെങ്കിൽ വിജയിക്കുകയും അത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തത് അതിയായ സന്തോഷമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചത് കുറച്ചും കൂടി പേഴ്സണലായിരുന്നു സിനിമ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹിക്കുന്ന ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ അതിൽ സൈജു ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ സൈജു ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, പിന്നെ കൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് ഭയങ്കര പേഴ്സണലായിട്ട്, ഇപ്പോൾ ഞാനിതിൽ അഭിനയിക്കുമ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്, പക്ഷെ ചില സിനിമകൾ നമ്മൾ ഭയങ്കര ഇൻറ്റൻസായിട്ടും ഭയങ്കര പേഴ്സണലായിട്ടും എടുത്തിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ ഷോട്ടിലും നമുക്ക് അതിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക. ഒരു പക്ഷേ ഒരു ഓക്കെ ടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു ടേക്ക് പോയിട്ട് ഇതിലും ബെസ്റ്റ് ആകുമോ എന്ന് പറയുന്നൊരു പ്രതീക്ഷയില്ല. അപ്പം അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു ഹിറ്റ് ചാർട്ടിലേക്ക് സിനിമ എത്തി എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുക, കൂടുതൽ ആളുകളെ ഈ സിനിമ കാണിക്കുക എന്ന് പറയുന്നൊരു മിഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിൽ അതിയായ സന്തോഷം. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സിനിമ കണ്ട സിനിമ വലിയ ഹിറ്റാവട്ടെ. താങ്ക് യു. പെട്ടെന്ന് അച്ഛനെ ഒത്തുപോയതുകൊണ്ടാണ്. ഇന്ന് രാവിലെ അമ്മ രാവിലെ എണീറ്റ് വന്നപ്പം എന്നോട് പറഞ്ഞു, എടാ 21 വർഷത്തെ എൻ്റെ പ്രാർത്ഥനയാണ് ഈ ഒരു ദിവസം കാണാൻ വേണ്ടി. അപ്പം പെട്ടെന്ന് ഞാൻ സന്തോഷിക്കുന്നതിന് പകരം അച്ഛനെ പറ്റി ഓർത്തു, അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. എനിവേസ്, നമ്മളെല്ലാവരും എന്നും ജീവിച്ചിരിക്കില്ലല്ലോ. സോ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ എല്ലായിടത്തും എല്ലാവരും ഇപ്പം വിനയ പറഞ്ഞ പോലെ എവിടെയും നല്ല റെസ്പോൺസസ്, സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ പുറത്തിറങ്ങിയാൽ ആൾക്കാർ നമ്മളോട് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു സിനിമ വല്ലപ്പോഴൊക്കെ എല്ലാവരുടെയും കരിയറിൽ സംഭവിക്കുന്നതാണ്. അത് അറ്റ് ലാസ്റ്റ് എൻ്റെയും തോമസ് ചേട്ടൻ്റെയും കൃഷ്ണദാസിൻ്റെയും ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം.
ഭരതനാട്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഭരതനാട്യം റിലീസായ സമയത്തുള്ള എൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാരൊക്കെ എൻ്റെ ഇൻ്റർവ്യൂസ് ആ സമയത്ത് കണ്ടു കാണും. ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. 2 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം ഭാഗം വരുമ്പോഴത്തേക്കും ഉള്ള എൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്. അത് ഒരു വലിയ ഓഡിയൻസിൻ്റെയും ദൈവത്തിൻ്റെയും കരുണയാണ് എന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നു. നമ്മുടെ സിനിമയിൽ കാണിച്ച പോലെ ഇതിൻ്റെയൊക്കെ പ്രചോദനം ഉറപ്പായിട്ടും മിഥുൻ വേനൽ തോമസ് തന്നെയാണ്. ആദ്യത്തെ പടം പ്രശ്നമായിട്ടും അതിൻ്റെ 2ാം ഭാഗമായിട്ട് വരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ 2ാം ഭാഗം വന്നപ്പം ആൾക്കാർ, ഓഡിയൻസ് നമുക്ക് തന്ന ഫീഡ്ബാക്കാണ് ഒരു 10 മടങ്ങ് മേളിലാണ് ഫസ്റ്റ് പാർട്ടിനെക്കാളും. അതാണ് ഇത് വിജയിക്കാൻ കാരണം. ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയായിരുന്നു ഇത് 10 മടങ്ങ് മേളിലാണ്, പക്ഷെ അത് ഓഡിയൻസിനും കൂടെ ഫീൽ ചെയ്താലേ ഒരു സിനിമ സക്സസ്ഫുൾ ആവുള്ളൂ. അത് സംഭവിച്ചിരിക്കുന്നു. എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ഡിസ്കവറിയാണ്, കണ്ടെത്തലാണ് കൃഷ്ണദാസ് മുരളി. ഞാനിത് ഈ പടം റിലീസാകുന്നതിൻ്റെ മുമ്പേ ഈ അഭിമാനം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഞങ്ങളുടെ ഈ സിനിമയിൽ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ആ സമയത്തുള്ള പ്രൊമോ ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ധൈര്യത്തോടെ എനിക്ക് കോൺഫിഡൻസ് സിനിമ റിലീസാകുന്നതിന് മുമ്പ് കാണിക്കാൻ പറ്റിയത്. അത് മോഹിനിയാട്ടത്തിലാണ്. കാരണം എനിക്കറിയായിരുന്നു ഈ സിനിമ എന്നുവെച്ചാൽ ഞാൻ 4-5 പ്രാവശ്യം റിലീസാകുന്നതിന് മുമ്പ് ഈ സിനിമ കണ്ടായിരുന്നു. ഞാൻ ഒരു കഥ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ ഓഡിയൻസിനെ പോലെ, അതായത് സിനിമയൊക്കെ എൻ്റെ തലേന്ന് ഞാൻ മാറ്റി ഞാനൊരു സാധാരണ ആൾ കേൾക്കുന്ന പോലെയാണ് ഞാൻ കഥകൾ കേൾക്കുന്നത്. ആ കേട്ടയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടം സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭരതനാട്യം സെലക്ട് ചെയ്തത്. അതൊരു സിനിമയായി വന്ന് ഇത് 4 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് ബോറടിക്കാണ്ട് വന്നപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഈ പടം ഏക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ കോൺഫിഡൻസിൽ അത്രയും പറഞ്ഞത്. നാച്ചുറലി നമ്മൾ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയുടെ ത്രൂ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നി ആ കോൺഫിഡൻസ് ഞാൻ ഇപ്രാവശ്യമെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ ഓഡിയൻസിന് വീണ്ടും ചിലപ്പോൾ സംശയം വരും. പക്ഷെ ആ കോൺഫിഡൻസ് ഓഡിയൻസിലേക്ക് എത്തി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മീഡിയയ്ക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. പിന്നെ എന്നെ വിശ്വസിച്ച് എന്നെ പാർട്ണറാക്കിയ തോമസ് തിരുവല്ല, അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. കൃഷ്ണദാസിനെ പോലെ ഡെബ്യൂട്ടന്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്നെ വച്ച് അവരുടെ കരിയർ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരുടെ ജീവിതം, കരിയർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഒരു മെയിൻ ഭാഗമാണ്. അത് എന്നെ ഹീറോ ആക്കി പടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കൃഷ്ണദാസ് ഉൾപ്പെടെ എന്നെ വെച്ച് പടം ചെയ്ത ഡെബ്യൂട്ടന്റ് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം അത് അത്രയും വലിയ റിസ്ക്കാണ് എന്നെ പോലത്തെ ഒരാളെ വെച്ച് അവരുടെ കരിയർ തുടങ്ങുക എന്നുള്ളത്. സോ ഐ റെസ്പെക്ട് ദം ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും മുൻഗണന കൊടുത്തിരിക്കുന്നത് അവർക്കാണ്. എനിക്കൊരു സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആ സംവിധായകനും ആ റൈറ്റർക്കും ആ പ്രൊഡ്യൂസർക്കും ഞാൻ ഏറ്റവും ആദ്യം ഡേറ്റ്സ് കൊടുക്കും. ആ ഡേറ്റ്സ് ഞാൻ തെറ്റിക്കില്ല. എനിക്കും പുറത്തുനിന്നൊക്കെ ഓഫേഴ്സ്, അതർ ലാംഗ്വേജസിൽ നിന്നൊക്കെ ഓഫേഴ്സ്, നല്ല വലിയ പടങ്ങളിൽ എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ. പക്ഷേ അവിടെ ഞാൻ ഡേറ്റ് കൊടുത്താൽ ഒരു ഡെബ്യൂട്ടന്റ് ഡയറക്ടറും ആ ഡയറക്ടറിൻ്റെ ഫാമിലിയും ഭാര്യയും അമ്മയും മക്കളും അച്ഛനും ഫ്രണ്ട്സും ഒക്കെ ആ പ്രോജക്റ്റ് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനവിടെ ആ സമയത്ത് തെലുങ്ക് പടം എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കാണുന്നില്ല, ഓഫേഴ്സ് ഒന്നും വരുന്നില്ല എന്ന്. വരാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ
ഇവിടെ കമ്മിറ്റ് ചെയ്ത ഇത് ആദ്യം പാലിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം എൻ്റെ അമ്മയച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും ഒരു പ്രൊജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡെബ്യൂറ്റൻ്റ് വരുന്ന സമയത്ത് അവിടെ ഞാൻ എനിക്ക് പറയുന്നത് വളരെ ഈസിയാണ്, അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് അടുത്ത മാസം വേണ്ട, നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഇവർ ദാസൻ തന്നെ, കൃഷ്ണദാസ് തന്നെ, തോമസ് ചേട്ടനെ ഞാൻ ദുബായ് വെച്ച് കണ്ട് തോമസ് ചേട്ടനോട് ഇങ്ങോട്ട് ചോദിച്ചു വല്ല നല്ല കഥകളും കേട്ടോ. ഞാൻ 2 കഥകൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ദാസൻ പറഞ്ഞ ഭരതനാട്യത്തിൻ്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അത് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃഷ്ണദാസിൻ്റെ പറഞ്ഞു. അപ്പോൾ കൃഷ്ണദാസ് എന്നോട് ഒരു 3-4 മാസം മുമ്പാണ് ആദ്യമായിട്ട് എന്നോട് ഈ കഥ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ നീ ഭയങ്കര ലക്കിയാണ്, ഇത്രയും പെട്ടെന്ന് പ്രൊജക്റ്റ് ആയില്ലേ, ഒരു പ്രൊഡ്യൂസറെ കിട്ടിയില്ലേ. അപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞു ചേട്ടാ അത് ശരിയാണ്, പക്ഷേ 3 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കറിയാം. വെൽ എക്സ്പ്ലെയിൻഡ് എന്നുവെച്ചാൽ ആ 3 വർഷം നമ്മൾ കാണുന്നില്ല, ഞാൻ ആ 4 മാസം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ദാസിന് ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ ഞാൻ തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിട്ട് വരാം, എനിക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാം. തെലുങ്കിൽ അഭിനയിച്ചാൽ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെ അവിടെ ഒരു റീച്ച് കിട്ടും, അപ്പോൾ നമുക്ക് നമ്മുടെ പടത്തിന് ഗുണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഏതൊരു ഡെബ്യൂട്ടൻ്റ് ആയിട്ടും സമ്മതിക്കും. പക്ഷേ ഞാനത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് എന്നെ അതർ ലാംഗ്വേജ് കാണാത്തത്. അങ്ങനെ ഇത്രയും കാര്യം പറഞ്ഞത് നമ്മുടെ സിനിമയായിട്ട് റിലേറ്റഡ് അല്ല. പക്ഷേ ഈ പടം അല്ലെങ്കിൽ ഭരതനാട്യം ദാസൻ എന്നെ വെച്ച് ചെയ്തു. അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഹീറോ ആക്കിയാണ്. അവനിൽ എന്നെക്കാളും വിശ്വാസം കൃഷ്ണദാസനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെബ്യൂട്ടൻ്റ് ആയിട്ട് സിനിമ വെച്ച് പടം ചെയ്ത ആൾക്കാർക്ക് എന്നെക്കാളും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി. താങ്ക്സ് അലോട്ട് മീഡിയ, താങ്ക്സ് ഓഡിയൻസ്, ലവ് യു ഓൾ. ഒരുപാട് സപ്പോർട്ട് കിട്ടി. ഓഡിയൻസ് കാരണം മാത്രമാണ് ഇന്ന് ഇത്രയും സന്തോഷത്തോടെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നത്. എൻ്റെ മുഖത്ത് ചിരിയില്ല, പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ദിവ്യയുടെ ഒരു ഡയലോഗുണ്ട് മോഹിനിയാട്ടത്തിൽ. ഞാൻ ദിവ്യയോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ആർക്കും എന്തൊരു കൂസലില്ലാത്തതെന്ന്. അപ്പോൾ ദിവ്യയുടെ ഡയലോഗാണ് കൂസലൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളത് കാണിക്കാത്തതാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഞാനിപ്പോഴൊരു സ്വപ്നലോകത്താണ്. ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നുണ്ടോ? ഇത്ര ആൾക്കാരൊക്കെ തിയേറ്ററിൽ കയറുന്നുണ്ടോ? ഇത്രയൊക്കെ റെസ്പോൺസസ് ഇത് ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ഇതിലാണ്. അപ്പം ഞാനൊരു 2 ദിവസം കൂടി എടുക്കുമെന്ന് തോന്നുന്നു ഇതിൽ റിക്കവർ ആകാൻ വേണ്ടി, റിയാലിറ്റിയിലേക്ക് വരാൻ. അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് തന്നെ കിട്ടും. ഇപ്പം എൻ്റെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അടുത്ത പ്രാവശ്യം എൻ്റെ ബോഡി ലാംഗ്വേജിലും മുഖത്തുമൊക്കെ സന്തോഷം കാണും. താങ്ക് യു.